ശശി തരൂർ ഇന്ന് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലണ്ടൻ ജിഞ്ചൻ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പ്രസന്റേഷനിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, മോഡി വളരെയധികം കരിസ്മാറ്റിക്കായി, ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്, കരിസ്മാറ്റിക് ആയിട്ടുള്ള വ്യക്തിപ്രഭാവമുള്ള നേതാവാണ്. ഒരു വശത്ത് മോഡിയെ ഇങ്ങനെ ഉയർത്തിപ്പറയുന്നത് ഇന്നലെയാണ്, കഴിഞ്ഞ ദിവസമാണ്, ഒരുപാട് ദിവസമായിട്ടില്ല, കഴിഞ്ഞ ദിവസമാണ് സഞ്ജയ് ഗാന്ധിക്കെതിരെയും ഇന്ദിരാഗാന്ധിക്കെതിരെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയത്. പ്രത്യേകിച്ച് സഞ്ജയ് ഗാന്ധിക്കെതിരെയൊക്കെ വല്ലാത്ത ഭാഷയിലാണ് അദ്ദേഹം ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് അദ്ദേഹം കോൺഗ്രസിലെ നേതാക്കൾ, ഇന്ദിരാഗാന്ധിയെ പോലുള്ള ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞിരുന്ന നെഹ്റുവിൻ്റെ പുത്രിയായിട്ടുള്ള ഇന്ത്യയുടെ എല്ലാ കാലത്തെയും കോൺഗ്രസിൻ്റെയും എല്ലാം ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി, അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, അതെല്ലാം അതിൻ്റെ ന്യായാന്യായങ്ങളൊക്കെ അങ്ങനെ നിൽക്കട്ടെ, അതിൻ്റെ 50-ാം വാർഷികമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുക്ക് വനിതയായ സ്ത്രീ, വനിത അവരുടെ മകനെയും സംബന്ധിച്ച് വളരെ മോശമായുള്ള നിലയിൽ വിവാദപരമായ ഒരു ലേഖനം തന്നെ ശശി തരൂർ എഴുതി കളഞ്ഞു. അത് ഒരിടത്ത് പറയുകയല്ല ചെയ്തത്, കൃത്യമായി ഇത് ഡോക്യുമെൻ്റായി കിടക്കും. ചരിത്രാതീത കാലം വരെ ലേഖനം എഴുതുകയോ ഇതുപോലെ ചാനലിലൊക്കെ പരിപാടി ചെയ്താൽ, ടി വിയിലൊക്കെ ബൈറ്റ് കൊടുത്താൽ അത് ആർക്കൈവിൽ കിടക്കും. ആ നിലയിൽ അത് കൊടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ പുതിയൊരു വിവാദവുമായി ഇന്നിപ്പോൾ വന്നിട്ടുണ്ട്. മോഡി വളരെ വലിയ വ്യക്തിപ്രഭാവമുള്ള ആളാണ്. മോഡി ഉള്ളത് കൊണ്ടാണ് നാഷണാലിസം ഇന്ത്യയിൽ നിലനിൽക്കുന്നത്, ജനാധിപത്യം ഇങ്ങനെ പോകുന്നത്, വികസിത ഭാരതം ഉണ്ടാകുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മോദിയെ ഉയർത്തുകയാണ്. ഇങ്ങനെ ഒരു വശത്ത് കോൺഗ്രസിനെ തള്ളിപ്പറയുന്നു, സഞ്ജയ് ഗാന്ധിയെ തള്ളിപ്പറയുന്നു, മോദിയെ ഉയർത്തുന്നു. ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് ശശി തരൂരിന് കോൺഗ്രസിനകത്ത് നിൽക്കാൻ പറ്റുക? അല്ലെങ്കിൽ എന്താണ് ശശി തരൂരിൻ്റെ ലക്ഷ്യം? കഴിഞ്ഞ 10 വർഷക്കാലമായി ശശി തരൂരിന് അർഹമായത് കിട്ടിയിട്ടില്ല നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ കോൺഗ്രസിൻ്റെ കയ്യിൽ നാഷണൽ ലെവലിലും അധികാരമില്ല, ദേശീയ തലത്തിലുമില്ല, സംസ്ഥാന തലത്തിലും അധികാരമില്ല. അപ്പോൾ പിന്നെ എന്ത് കൊടുക്കാനാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു മന്ത്രിയാക്കുവാനോ ചിലപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് പരിഗണിക്കാനൊക്കെ പറ്റുമായിരുന്നിരിക്കാം. പക്ഷെ എന്ത് കൊടുക്കാനാണ് ഉള്ളത്? അദ്ദേഹം AICC പ്രസിഡന്റായിട്ട് മത്സരിച്ചു, തോറ്റുപോയി. അങ്ങനെ മത്സരിച്ചതിന് ശേഷം പിന്നെ ജയിപ്പിക്കണമെന്ന് പറയുന്നതിനകത്ത് ന്യായമില്ലല്ലോ. മത്സരിച്ചാൽ തോൽവി ജയം 2 കൂട്ടർക്കും വരാമല്ലോ, ആർക്ക് വേണം വരാം. അപ്പോൾ മത്സരിച്ച് തോറ്റു. അപ്പോൾ ശശി തരൂരിന് സ്ഥാനം കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയാനും കഴിയില്ല. എന്നാൽ നല്ല കഴിവുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ സ്ഥാനം കിട്ടാത്തത് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളതാണ് വളരെ പ്രധാനം. ശശി തരൂർ വീണ്ടും വീണ്ടും വിവാദങ്ങളിലേക്ക് വരുന്നു, വാർത്തകളിലേക്ക് വരുന്നു. ദിവസവും വാർത്തകളാണ്. മോഡിയെ ഉയർത്തിക്കൊണ്ട് എല്ലാവരും പൊക്കി പറഞ്ഞപ്പോഴൊക്കെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഒരുപാട് രാജ്യങ്ങളിൽ പോയി മോദി ഭക്തി കാണിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് കോൺഗ്രസിനെ നന്നായി തള്ളിപ്പറയുന്നു, വീണ്ടും ലേഖനം എഴുതുന്നു. ഇപ്പോഴിതാ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ജിഞ്ചൽ യൂണിവേഴ്സിറ്റി, ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ പോയി വലിയ തോതിൽ മോദി ഭക്തി, മോദിയെ ഉയർത്തി പറഞ്ഞിരിക്കുന്നു. കരിസ്മാറ്റിക് ആയിട്ടുള്ള വളരെ വലിയ നേതാവാണ്, ബിഗ് ലീഡറാണ് മോദി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് ശരിക്കും ശശി തരൂരിൻ്റെ ഉള്ളിലിരിക്കുന്നത്? ആരാണ് ശശി തരൂർ? അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആശയം എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇനി ഇങ്ങനെ പറഞ്ഞ് കോൺഗ്രസിൽ കൂടുതൽ സ്ഥാനങ്ങൾ ഒപ്പിക്കലാണോ? മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ടും അല്ലെങ്കിൽ AICC പ്രസിഡന്റായിട്ടും സ്ഥാനങ്ങൾ ഒപ്പിക്കലാണോ? അതോ ഇത് വിട്ടിട്ട് BJP പോയി സ്ഥാനങ്ങൾ ഒപ്പിക്കലാണോ? എന്താണ് ശശി തരൂരിൻ്റെ ഉള്ളിലിരിക്കുന്നതെന്ന് ശശി തരൂരിന് മാത്രമേ അറിയൂ. എന്തായാലും കോൺഗ്രസിനെ വല്ലാതെ വട്ടം കറക്കിയിട്ടുണ്ട്. BJP ഹാൻഡിലുകളിൽ വലിയ ആഹ്ലാദം നിറച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അപ്പുറത്തെ ക്യാമ്പിൽ നിൽക്കുന്ന ഒരാൾ, ഓപ്പോസിറ്റ് ക്യാമ്പിൽ നിൽക്കുന്ന ഒരാൾ നമ്മളെ പുകഴ്ത്തി പറയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു രീതിയുണ്ട്. അതനുസരിച്ച് അദ്ദേഹത്തെ പൊക്കിയും കൊടുക്കുന്നു, കൂടുതൽ രാജ്യങ്ങളിലേക്ക് അയക്കുന്നു, കൂടുതൽ സംവിധാനങ്ങളിലേക്ക് അയക്കുന്നു. അദ്ദേഹത്തിന് ചെലവും കൊടുത്ത് വളവും മണ്ണും വായുവും എല്ലാം കൊടുത്ത് അദ്ദേഹത്തെ വളർത്തുകയും ചെയ്യുന്നു BJP. അപ്പോൾ ഒരു വശത്ത് വളർത്താൻ ആളുണ്ട്, അദ്ദേഹം വളരുന്നതിനനുസരിച്ച് കോൺഗ്രസിനെ തളർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ വലിയൊരു വിരോധാഭാസമാണ്. ശശി തരൂരിന് അർഹമായത് കൊടുക്കുക, അങ്ങനെ അർഹമായത് കിട്ടിയില്ലെങ്കിൽ വളരെ കൃത്യമായി തന്നെ, വളരെ നേരത്തെ തന്നെ നല്ല തീരുമാനമെടുക്കുക. കോൺഗ്രസ്സിലാണ് നിൽക്കാൻ തീരുമാനമെങ്കിൽ ഈ ശൈലി ശരിയല്ല. ഇനി കോൺഗ്രസ്സിലല്ല നിൽക്കാൻ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും BJP യിലാണെങ്കിൽ ഒരു നാൾ മുമ്പ് പോയാൽ അത്രയും നന്ന്.